യെസ് 8 വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും 8 വർഷങ്ങൾ എങ്ങനെയൊക്കെയോ 8 വർഷം ആക്കിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടിയുടെ പേരാണ് വെഡിങ് ആനിവേഴ്സറി ചലഞ്ച്. നമുക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ രീതികൾക്കുണ്ടായ മാറ്റങ്ങൾ. ആദ്യമേ തുടങ്ങിക്കോ. ഞാൻ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പണ്ടൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നില്ല. നമ്മുടെ ഓൺ അക്കൗണ്ടിൽ ഒരു 10 to 15K ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിംഗ് അക്കൗണ്ടിൽ ഒരു 70-75K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ പണ്ടൊക്കെ ഇപ്പൊ എനിക്ക് ആരെങ്കിലും കാണാൻ പോവായിരുന്നു, ചായ കുടിക്കാനൊക്കെ പോവായിരുന്നു. ഇപ്പൊ വള്ളിയല്ലേ, ആരെങ്കിലും വീഡിയോ എടുത്തിട്ട് അയച്ചാലോ പ്രശ്നല്ലേ, പ്രോബ്ലം അല്ലേ മാൻ. ആകെ മൂഞ്ചി പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും ഞാൻ എത്ര വട്ടം എനിക്ക് പറയാൻ അറിയത്തില്ല, അതിൽ കൂടുതൽ വട്ടം ഞാൻ ചോദിക്കുമായിരുന്നു, ഇച്ചാ ലവ് യു ആണോ, യു ലവ് മീ, യു ലവ് മീ എന്ന്. ഇച്ചാ യു ലവ് മീ. ഇത് നോ ആന്ന് അറിയുന്നതോടെ പിന്നെ ഞാൻ ആ ചോദ്യം ഒക്കെ നിർത്തി. ഓക്കെ, അടുത്ത എന്റെ ഇപ്പം കല്യാണത്തിന് മുമ്പൊക്കെയാണ് വീട്ടില് അമ്മ എന്റെ ആ ഷർട്ട് എവിടെ, ഈ പാന്റ് എവിടെ, അല്ലെങ്കിൽ അതൊക്കെ ചോദിച്ചാല് കറക്റ്റ് മനസ്സിലാവുന്നത് എന്റെ എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് പറയുകയാണെങ്കിൽ എന്റെ സ്വന്തമായിട്ട് എനിക്ക് അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. കാരണം എന്റെ പാന്റ് എടുത്തിട്ട് പറയും ഇത് ബാഗിയാണ്, ടീഷർട്ട് എടുത്തിട്ട് പറയും ഇത് ഓവർ സൈസ്ഡ് ആണ്, ഹുഡ് എടുത്തിട്ട് പറയും എന്നാ പൂക്കിയോ ആ സാധനം. അപ്പൊ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഉടുതുണി പോലും ഇല്ല ഗൈസ്. That happens everywhere. Okay, ഞാൻ പറയാം. ഞാൻ മിതമായി ഭക്ഷണം കഴിച്ച് ഭയങ്കര സ്ലിം ബ്യൂട്ടി ആയിട്ടിരുന്ന, അതെ ബ്യൂട്ടി ബോൺ ഒക്കെ കാണിച്ച് ഇവിടെ ഞാൻ വെള്ളം വെക്കുമായിരുന്നു, വെള്ളം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്താണ്, ബാക്കി വരുന്ന ഫുഡും ആ ഫുഡും ഈ ഫുഡും എല്ലാം കഴിക്കേണ്ട അവസ്ഥയാണ്. ഇതോടെ ഈ കളി ഇവിടെ അവസാനിച്ചു. എനിക്ക് പറയാനുള്ള മൊത്തം കേൾക്കണം. പണ്ട് ഞാൻ വായിക്കുമായിരുന്നു. അപ്പൊ നമ്മളെന്താ ബുക്ക് വായിക്കുന്നത്, കഥ അറിയാൻ, അറിവ് കിട്ടാൻ, അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പൊ എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. അത് ശരിക്കും കഷ്ടപ്പാടല്ലേ വായിക്കുക എന്നുള്ളത്, നമ്മുടെ എഫേർട്ടല്ലേ. ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും കഥയുടെ ഒരു ബാണ്ടക്കെട്ട് തന്നെ കഴിക്കും. തകഴി പൊറ്റക്കാടൊന്നും ഒന്നും അല്ല, നല്ല പൊലിപ്പും തേങ്ങയും മാങ്ങയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ വീരിച്ചങ്ങ് തരും കഥകൾ. അപ്പൊ ഞാൻ ഈ വീട്ടിൽ സംസാരിക്കാൻ പാടില്ല, തീരുമാനമാവില്ല. ഞാനിവിടെ ഈ വീട്ടിലൊന്നും പോയിന്റ് കഴിഞ്ഞു ഇവിടെ. എന്താല്ലേ 8 വർഷം കഴിഞ്ഞു. ഹാപ്പി ആനിവേഴ്സറി ടു us. ഒടിക്കരുത്. ഓക്കെ.